ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ്. ഫസ്റ്റ് വീഡിയോ നമ്മളൊരു സെർവറിൽ കയറിയിട്ടുണ്ട്, 2 ദിവസമായി കയറിയിട്ട്. ബട്ട് ഇപ്പോഴാണ് നമുക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞത്. കുറച്ച് തിരക്കിലായിരുന്നു. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. കാര്യമായിട്ടൊന്നുമില്ല. നമ്മുടെ ബേസിൻ്റെ പണി കുറച്ച് പ്രോഗ്രസ് കാണിക്കുക. പിന്നെ കുറച്ച് ഫാംസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഏതായാലും നിങ്ങൾ കണ്ട അഭിപ്രായം പറയാം. ഓക്കെ, ഇതാണ് നമ്മുടെ ബേസ് തന്നെ. ഇത് ഞാനും പിന്നെ ക്യൂഫി പറഞ്ഞിട്ടൊരു പ്ലെയർ ഉണ്ട്, അവനും പിന്നെ രംഗോക്ക് പറഞ്ഞൊരു ബ്രോ ഉണ്ട്. ഞങ്ങൾ മൂന്നാളും ടീമാണ്. അപ്പം ഇത് രംഗോക്ക് ബ്രോ ബിൽഡാക്കിയാണ്. ഞങ്ങൾ റിസോഴ്സ് കുറച്ച് ഗ്യാദർ ചെയ്ത് കൊടുത്തു. അവനെ ഞാൻ ഹെൽപ്പ് ചെയ്യണം. ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. ആൻഡ് ബാക്കിയുള്ള സംഗതി ഇപ്പോൾ കാണിക്കാം. നൈറ്റായി എന്ന് കിടക്കട്ടെ. ഓക്കെ, ഇത് കിടക്കുമ്പോൾ ഒരു ആനിമേഷനൊക്കെ ഉണ്ട്. ഈ സെർവറിൽ ആദ്യമായിട്ട് ഇതൊക്കെ കാണുന്നത്. നൈസ് സെർവറാണ്. എല്ലാവർക്കും വേണമെങ്കിൽ കയറാം. ബട്ട് ഇൻ്റർവ്യൂ ഉണ്ടാവും. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് വൈറ്റ് ലിസ്റ്റ് ക്ലെയിം ചെയ്തവർക്ക് കയറാൻ കഴിയും. ഡിസ്കോഡിൽ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ ബാക്കി 2 ടീംമേറ്റ്സിൻ്റെ യൂട്യൂബ് ചാനൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതിലൊന്ന് കയറി വെക്കാം. ആൻഡ് ഇവിടെ ഒരു നമ്മൾ ഇത് അയൺ ഫാമാണ്. അപ്പം ഇവിടെ ഒരു സിംഹാസനം പോലെ ക്യൂഫി ബ്രോ ഉണ്ടാക്കിയിരുന്നു. ബട്ട് എന്താ ചെയ്യുക, അയൺബോളൊക്കെ അവിടെ വന്ന് സ്പോണാവുക. എന്താണ് നമ്മളെ സോംബി. ഈ സോംബിനെ കാണുമ്പോഴേ എനിക്ക് ട്രോമയാണ്, സത്യം പറയാമല്ലോ. അയൺ ഫാം ഉണ്ടാക്കാൻ ഞാനും ക്യൂഫി ബ്രോ കഷ്ടപ്പെട്ട പാടുണ്ടല്ലോ. ബട്ട് റിസൾട്ട് ഉണ്ട്. ഇപ്പോൾ ചെസ്റ്റിൽ കണ്ടില്ലേ, അത്യാവശ്യം അയണും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഇൻവെൻട്രിയിലും എൻ്റെ കുറച്ചായതുകൊണ്ട് ഞാൻ ട്രേഡ് ചെയ്യാൻ വേണ്ടി എടുത്തായിരുന്നു. പിന്നെ നമുക്കൊരു ട്രേഡ് ഹാളുണ്ട് ഇവിടെ. നമ്മൾ ജസ്റ്റ് ടെമ്പററി ആയിട്ട് ഉണ്ടാക്കിയ, ടെമ്പററി അല്ല, പ്രോഗ്രസ്സിലാണ്. നമ്മൾ സ്മിത്തിങ് ടേബിളും ഗ്രൈൻഡ് സ്റ്റോൺ വെച്ച് വർക്ക് സ്റ്റേഷൻ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ലെയർ അതാ കാട്ടി. കാരണം എമറാൾഡ് കിട്ടാൻ ഏറ്റവും ബെസ്റ്റ് വേ അതാണ്. ആൻഡ് ഇത് വെയിറ്റ്, ഇത് ചാർലി ഗോക്കു, എൻ്റെ പേരുണ്ട്, ഗോക്കുവിൻ്റെ പേരുണ്ട്, ക്യൂഫി ബ്രോ പേരുണ്ട്. സ്കെൽറ്റൻ ഫാമാണ്. ഇങ്ങോട്ട് ഞാൻ പോയില്ല, പോകണം. ഇത് അതേപോലെ നമ്മൾ എമറാൾഡിൻ്റെ പണിഞ്ഞു. ഫുള്ള് റിച്ച് ആയിക്കോട്ടെ എന്ന് കരുതി ക്യൂഫി ബ്രോ ഉണ്ടാക്കിയാണ്. ഇതിൽ എടുക്കാൻ കഴിയണമല്ലോ, എന്താ എടുക്കാൻ കഴിയുന്നില്ല. ഇതിലെന്താ ഉള്ളത്? ഇതിൽ കുറച്ചായുണ്ട്. അത്യാവശ്യം ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതാണ് നമ്മുടെ ടീം മെമ്പേഴ്സിൻ്റെ പേര്. ഇത് നമ്മുടെ ടീം നെയിം QRC. ആൻഡ് അടിയിലേക്ക് പോവാം. അണ്ടർഗ്രൗണ്ടിലാണ് നമ്മൾ ഉണ്ടാക്കിയത്. ഇത് ഒരു സൈഡിൽ സ്പിത്തിങ് ടേബിൾ, സിമ്പിൾ സാധനം. എല്ലാവരും മാസ്റ്റർ ആക്കിയിട്ടുണ്ട്. ഞാനൊരു പിക്കാക്സും ഒക്കെ വാങ്ങിയിട്ടുണ്ട്. ആൻഡ് ഇവിടെയൊക്കെ വില്ലേജസിനെ കൊണ്ടുവരണം, ലെഗ് ടൈം വെക്കണം, അങ്ങനെ കുറച്ച് പണിയുണ്ട്. ഏതായാലും ഇവിടെ വന്നില്ലേ, സ്റ്റോണങ്ങ് ഗ്രൈൻഡ് ചെയ്തേക്കാം. ക്യൂഫിബിൾ അത് കാണുന്നുണ്ടോ? ഞാൻ പണി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നേരെ മുകളിലോട്ട് പോവാം. ഇനി വില്ലേജർ ബ്രീഡർ ഉണ്ട്. വില്ലേജർ ബ്രീഡറിൻ്റെ അങ്ങോട്ട് അടുക്കാൻ വയ്യ. സീരിയസ്ലി അങ്ങോട്ട് അടുക്കാൻ വയ്യ എന്ന് പറഞ്ഞാൽ ഒടുക്കത്തിലായി. അല്ലെങ്കിൽ എൻ്റെ ഫോൺ ലാഗാണ്, നിങ്ങൾക്ക് കാണാം. അവിടെയൊക്കെ ഞാൻ പോയണ്ടല്ലോ. ഏതായാലും പോയി കാണിച്ചു തരാം. ഈ റെയിൽ നമുക്ക് നമ്മൾ വെച്ചേക്കുന്ന റെയ്ഡുകൾക്ക് വില്ലേജസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനാണ്. ആൻഡ് ഇത് നമ്മുടെ ഗോക്കു ആൻഡ് ക്യൂഫി ബേസ്. എൻ്റെ പേരോടാ അത് ശരി. ഇത് വേണ്ട, ഇവിടെ ഇത് വേണ്ട ഒട്ടിക്കാം. ഇത് വേണ്ട. ഇത് വേണ്ട, എൻ്റെ പേരില്ലാത്തൊരു സാധനം ഇവിടെ വേണ്ട. ആൻഡ് ഇത് നെതർ പോർട്ടലോട്ട് കണക്ട് ചെയ്തില്ല. ഇത് എന്തോ ഒരു ബിൽഡ്, അത് ക്യൂഫിയോട് ചോദിക്കണം, അവനെന്നെ അറിയുള്ളൂ. ആൻഡ് ഇത് ജസ്റ്റ് ഒരു സ്റ്റാർട്ടർ ഷുഗർ കെയിൻ ഫാം. ഡാം, ക്യൂഫി വില്ലേജർ ബ്രീഡർ. ഓൾ ക്യാൻ ടേക്ക് ദ വില്ലേജർ ബട്ട് ഡോണ്ട് ബ്രോക്ക് മൈ ബിൽഡ്. സീൻ ഉണ്ടോ? ലാഗാണ്, ഭയങ്കര ലാഗാണ്. നിറഞ്ഞ് സഫക്കറ്റായി തെറിക്കായിരുന്നു. കുറേ എണ്ണത്തിന് അങ്ങോട്ട് കൊണ്ടുപോയി. ആൻഡ് ഇവരാണ് ഇതെല്ലാം പണി പറ്റിച്ചത്. താങ്ക് യു ബ്രോ, താങ്ക് യു. ആൻഡ് ഒരു പെട്ട് നമ്മൾ പൊട്ടിച്ചെടുത്തിട്ട് ഇപ്പം തൽക്കാലത്തേക്ക് ഇത് ഓഫാക്കി വെച്ചേക്കാണ്.
അല്ലെങ്കിൽ ഇവിടെ നിൽക്കാൻ കഴിയൂല. ആൻഡ് ഇത് നമ്മുടെ ക്യൂഫി ബ്രോ ബെഡ്റോക്ക് പ്ലെയർ ആണ്. അപ്പം അവന് ഇത് ബെഡ്റോക്ക് പ്ലസ് ജാവ ക്രോസ് പ്ലേ ഉള്ളതാണ്. അവനറിയില്ലായിരുന്നു ഇതിൽ ജാവ ഫാമാണ് വർക്ക് ആവുകയെന്ന്. ബെഡ്റോക്കിൻ്റെ ഫാം ഉണ്ടാക്കി, ബട്ട് വർക്കായില്ല. അപ്പം ഞാനും ഗോക്കണ്ണനും കൂടി പറഞ്ഞു കൊടുത്താണ്ടാണ് സീൻ നിലവിൽ ഒന്നും കൂടി കേട്ടോണം. നിലവിൽ ഇപ്പോഴത്തെ അടിപൊളി ബേസ് ഇവൻ്റെതാണ്. നിലവിൽ കേട്ടോ, നമ്മുടെ ബേസ് വരാൻ കിടക്കുന്നുള്ളൂ. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. ഇപ്പം സെർവറിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ഇതെൻ്റെ ഈ ചെസ്റ്റിൻ്റെ സ്കിന്ന് നമ്മൾ വെച്ചതല്ല, ക്രിസ്മസിൻ്റെ ഭാഗമായിട്ട് മൊജാങ്ങിൻ്റെ കൊണ്ടുവന്നതാണ്. സോ ഹാപ്പി ക്രിസ്മസ് ബ്രൂസ് ബ്രോ, ഹാപ്പി ക്രിസ്മസ്. ഗിഫ്റ്റൊക്കെ വെച്ചിട്ടുണ്ട്, എൻജോയ് ചെയ്യുക. ഇൻറ്റീരിയറിന് വർക്കായിട്ടില്ല, സിമ്പിൾ സാധനമാണ്. ഇതിലേറെ ഡബിൾ ത്രിബിൾ ഇരട്ടി സാധനമാണ് അവിടെ വരാൻ പോകുന്നത്. വെയിറ്റ് ആൻഡ് സീ ബ്രദേഴ്സ്, വെയിറ്റ് ആൻഡ് സീ. വരും. ഇപ്പം ഒരു വാണിംഗ് തന്നു ഞാൻ. മറ്റുള്ള ചെസ്റ്റ് തുറക്കാൻ പറ്റില്ല, കുറച്ച് റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഫോളോ ചെയ്താലേ ഇതിൽ കളിക്കാൻ കഴിയുള്ളൂ. ആൻഡ് ഇത് കംപ്ലീറ്റ് SMP സെർവറാണ്. നെതറിലേക്കൊന്ന് പോയേക്കാം. പാത്ത് സെറ്റ് ചെയ്തിട്ട് നോക്കട്ടെ. പാത്ത് കുറച്ച് സെറ്റാക്കിയിട്ടുണ്ട്. നൈസ് ഡിസൈൻ. ബട്ട് ഈ ഡിസൈനല്ല നമ്മളെ സ്പോണിലുള്ളത്. ശരിക്കും സെയിം ഡിസൈനാണ് ആക്കേണ്ടത്. സാരമല്ല, അവൻ്റെ ഇഷ്ടം. ഒന്നുകൂടി പറയുകയാണ്, ഇതിൽ കുറച്ച് റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഫോളോ ചെയ്താൽ മാത്രമേ ഇത് നിലനിൽക്കാൻ കഴിയുള്ളൂ. അല്ലാതെ അനാർക്കി കളിച്ചാലോ അങ്ങനെ എന്തെങ്കിലും സീൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ ബാൻ ചെയ്യും. സോ ഇനിയിപ്പോൾ കാണാനുള്ളത് എന്താ, നമ്മുടെ സ്പോൺ ബിൽഡ് കാണാം. അപ്പം സ്പോൺ ബിൽഡ് ഏകദേശം ആ എക്സ് ലെവലിലാണ് വരുന്നത്. അങ്ങോട്ട് പോവാ. അമ്മിണിക്കുട്ടി, എന്താ സുഖമാണോ? തെറ്റി, അവൾ തെറ്റി. എനിക്ക് തെറ്റുന്നവരെ ഇഷ്ടമില്ല. കൊല്ലണം. അമ്പടി, ഓടുന്നോ? വീണ്ടും പോയി. സോ ഗുഡ് ബൈ ഗോസ് ടു ഹെവൻ. സോറി. ആ നോട്ടം, അവസാനത്തെ നോട്ടം. സോ എനിവേ, നമ്മൾ സ്പോണിലേക്ക് പോവാണ്. അവിടെ എത്തിയിട്ട് ബാക്കി അപ്ഡേറ്റ് ചെയ്യാം. സോ നമ്മൾ സ്പോണിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇത് സ്ക്രിപ്റ്റഡ് അല്ല, എല്ലാവരും ശ്രദ്ധിക്കുക, സ്ക്രിപ്റ്റഡ് അല്ല. നമ്മൾ കറക്റ്റ് എത്തിയപ്പോൾ തന്നെ റെക്കോർഡ് ചെയ്തതാണ്. ബൈ ദ ബൈ, ഇതാണ് നമ്മുടെ ബിൽഡ്. എന്താ ഒരു ചെസ്റ്റ് കിടപ്പുണ്ടല്ലോ. ലെറ്റ്സ് സീ. ഹാപ്പി ക്രിസ്മസ് ബ്രൂസ്. നമ്മൾ അവിടെ എന്താ ചെയ്ത് വെച്ചിട്ടുണ്ട്, ക്രിസ്മസ് ഗിഫ്റ്റാ. നോക്കട്ടെ. ഡയമണ്ട് സെവലുണ്ട്. താങ്ക് യു ബ്രൂസ് അണ്ണ. ഞാൻ ഗിഫ്റ്റ് വെച്ചിട്ടുണ്ട്. അതിൽ ഒരു 4 സോംബിൻ്റെ വിലപ്പെട്ട ഇറച്ചി. മെല്ലെ വിടാം. വേഗം. ബൈ ദ ബൈ, എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആശംസകൾ. താങ്ക് യു. ഓക്കെ, ഇനി നമ്മുടെ സ്പോൺ ബിൽഡ് കാണാം. സിമ്പിൾ സാധനമാണ്. ഇത് ഒരു മരം. ഇത് അഡ്മിൻസ് തന്നെ ചെയ്ത് വെച്ചാണ്. അഡ്മിൻസ് ഫോക്സി ബ്രോയും സ്പെസിഫിക്കും ആണ് എനിക്കറിയാവുന്ന അഡ്മിൻസ്. പിന്നെ വേറെ ഏതൊരു അഡ്മിനും ഉണ്ട്. അവൻ നിലവിൽ സെർവറിൽ കയറിയിട്ടില്ല എന്ന് പറഞ്ഞ്. അവിടെ 2 ചാനൽ ഞാൻ കൊടുത്തേക്ക ഡിസ്ക്രിപ്ഷനിൽ. ഇത് ബ്രൂസിൻ്റെ വഴിയാണ്. ഇതാകണം നമ്മുടെ വഴി. ഓക്കെ, വെൽക്കം ടു കോഫീസ് ബേസ്. ഇതാണ് നമ്മുടെ വഴി. ഇത് വേറെ ആർക്കെങ്കിലുമൊക്കെ ബേസിക്ക് പോകണമെങ്കിൽ പാത്ത് സെറ്റ് ചെയ്യണമെങ്കിൽ പാത്ത് സെറ്റ് ചെയ്യാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്.
ആൻഡ് ഫോണിലേക്കാണ് പോവാം. ഇവിടെ കുറച്ച് ഇതുണ്ട്, സൈൻ ബോർഡ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് നല്ല ഫണ്ണായിട്ട്. മൈൻഡ് വെൽക്കം ടു ദ അവർ വേൾഡ് 24 hours ഓൺലൈൻ. 24 hours ഓൺലൈനാണ് ഈ സെർവർ. ആൻഡ് വീണ്ടും പറയാണ്, ഡിസ്കോഡിൽ ലിങ്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും പോയി ചെക്ക് ചെയ്യുക. വേണമെങ്കിൽ സെർവറിൽ കയറാം. അഡ്മിൻസുമായി ടോക്ക് ചെയ്തിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് സെർവറിൽ കയറാം. ആൻഡ് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഗായ്സ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ശരി, ടാറ്റ, ബൈ ബൈ, സീ യു നെക്സ്റ്റ് ടൈം.